ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് PSC ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷനോട് പുറത്തുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് PWDയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ജൂൺ 23 ചേർന്ന യോഗത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷന് പുറത്തുവിടുമെന്നുള്ള കാര്യമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു എക്സാം ഉണ്ട്. LSGD AE എക്സാം വരുന്നുണ്ട് അല്ലേ? LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട്. ഈ ജൂലൈ 8 എക്സാം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാം. നമുക്ക് എന്താണ്, ആ ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കിന് തന്നെ അടുത്തൊരു എക്സാം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. നല്ല നമ്പർ ഓഫ് അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു എക്സാം ആണിത്. LSGD AE എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ എന്താ എന്നുള്ളൊരു സംശയം വേണ്ട. നമുക്ക് തൊട്ടുപുറകെ സെയിം സിലബസിൽ അതേ നിലവാരത്തിലുള്ള ഒരു എക്സാം കൂടെ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഒരു 8-10 മാസത്തിനുള്ളിൽ നമുക്ക് എന്താ ആ ഒരു എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് നിങ്ങൾ അത് കഴിഞ്ഞ് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എക്സാമിന് വേണ്ടിയുള്ള ഒരു വെബിനാർ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, LSGD AE എക്സാം, നിങ്ങൾക്ക് നിലവിലുള്ള LSGD AE എക്സാമിന്റെ പ്രിപ്പറേഷൻ അതിങ്ങനെ നമുക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ എന്തൊക്കെ വേണം, ഒരു എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, നമുക്ക് മുന്നോട്ടുള്ള കാര്യം നോക്കണം അല്ലേ? ഈ പറയുന്ന PWD AE എക്സാമിന്റെ പ്രിപ്പറേഷൻ നമുക്ക് എവിടെ നിന്ന് ആരംഭിക്കണം, അല്ലെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അത് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സെഷനാണ്, അല്ലെങ്കിൽ ഈ രണ്ട് സെഷനായിട്ടായിരിക്കും നമ്മൾ ആ ഒരു വെബിനാർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെബിനാർ ജൂൺ 29 നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ലാസ്റ്റ് ടൈം വാട്ടർ അതോറിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് നമുക്ക് ഷമീമിനായിരുന്നു. അതുപോലെ LSCD തേർഡ് റാങ്ക് നമുക്കായിരുന്നു. അതുപോലെ ഒരു ടോപ്പ് റാങ്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ എക്സാമിൽ സെക്കൻഡ് റാങ്ക് നമുക്കായിരുന്നു. അപ്പോൾ എന്തായാലും റീസെന്റ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് അത്യാവശ്യം നല്ല റാങ്കുകൾ നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ PWD എക്സാമിനെ ഫോക്കസ് ചെയ്ത് ഒരു ഫ്രഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ ഞാൻ പറയാം. നമ്മൾ ഫ്രഷ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് സമാനമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ. ഓക്കെ, അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഒരു ദിവസം ആ ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ കാണാനുള്ള ഓപ്ഷൻസും അവിടെ കാണും. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി കാണും. ഒരു ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. അവിടെ നമ്മളൊരു മെന്ററിനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വന്ന് എന്ത് ചെയ്യാം, ഒരു ഡിസ്കഷനിൽ ഏർപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി പ്ലസ് എന്തായിരിക്കും, വാട്സപ്പ് കമ്മ്യൂണിറ്റി പ്ലസ് ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടും അവിടെ കാണും. അത് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതയാണ്, നമ്മുടെ പ്രീമിയം കോഴ്സുകളുടെ പ്രത്യേകതയാണ് അത്. പിന്നെ മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ക്ലാസ് ടെസ്റ്റും എല്ലാം കാണും. ടോപ്പിക് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ LSCD AE എക്സാം കഴിയുന്നതിന്റെ മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ജൂലൈ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു, അതായത് ജൂലൈ 8 നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ട്. ആ ഒരു എക്സാം കഴിയുന്ന മുറയ്ക്കാണ് നമ്മൾ എന്തായിരിക്കും, നമ്മൾ ഈ ക്ലാസ്സുകൾ ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാര്യം നമുക്കൊരു ഗ്യാപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ്, അടുത്തൊരു എക്സാമിന് നമ്മൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്നാലേ നമ്മുടെ മുമ്പിലുള്ള ആ ഒരു 10 മാസമാണ് ഒരു എക്സാമിന് ഗ്യാപ്പെങ്കിൽ അത് ഏറ്റവും മുന്നേ തന്നെ തുടങ്ങിയാലേ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ആയതുകൊണ്ട് സമയമെടുക്കുന്ന ക്ലാസ്സുകളുമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന എക്സാമിന് ജൂലൈ 8 നടക്കുന്ന എക്സാമിന് വേണ്ടി നമ്മളൊരു LTQ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മൾ ലേൺ ത്രൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് നമ്മൾ അവിടെ നടത്തുന്നത്.
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് ആയിരുന്നു. ലൈവ് ക്ലാസ്സുകളായിരുന്നു. ലൈവ് ക്ലാസ്സുകളും അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 2 വീക്സ് അടുപ്പിച്ച സമയം നമുക്കുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെയും റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഏകദേശം 60+ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ ടെസ്റ്റുകളും മോർ ദാൻ 40 ടെസ്റ്റുകൾ ഉണ്ട്. മോഡൽ എക്സാംസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ കാണണമെന്നുണ്ടെങ്കിലും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഒരു ബാച്ചിൽ കയറാം. ഇതിന് നമ്മൾ ഇപ്പോൾ വെറും 199 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. ഈ ഒരു എക്സാം കഴിയുമ്പോഴത്തേക്കിന് ഈ ഒരു എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് അത് വാലിഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ കണ്ടുപോയാൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. എല്ലാം കൂടെ ചിലപ്പോൾ നമുക്ക് ഈ 14 ദിവസം കാണാൻ പറ്റിയെന്ന് വരത്തില്ല. സ്റ്റിൽ നിങ്ങൾക്ക് 2-3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഇത്തിരി ശ്രദ്ധ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 2-3 സബ്ജക്റ്റുകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം കണ്ടുപോയാലും നമുക്ക് എന്തുണ്ടാവും, അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞാൻ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കയറിയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാമിന് വേണ്ടി ജൂലൈ 8 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ PWD എക്സാമിന് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.